എല്ലാവർക്കും നമസ്കാരം. മിസ്റ്റിക് ഇതിഹാസത്തിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ തൊടുകുറി റീഡിങ്ങിൽ നിങ്ങൾക്കായി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് രണ്ട് അതീവ ശക്തിയുള്ള തിരഞ്ഞെടുപ്പുകളാണ്. ഒന്നാമത്തേത് അതിമനോഹരമായ നിറങ്ങളാൽ തിളങ്ങുന്ന ഒരു ചിത്രശലഭം. രണ്ടാമത്തേത് പൂർണ്ണമായ വെളുത്ത നിറത്തിലുള്ള ഒരു ശുദ്ധമായ ചിത്രശലഭം. ഇവയിൽ ഏതാണ് നിങ്ങളുടെ മനസ്സിനെ കൂടുതൽ ആകർഷിക്കുന്നത്? അതാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. നിങ്ങളുടെ മനസ്സ് പറയുന്ന ആ തിരഞ്ഞെടുപ്പ് നിങ്ങളുടെ ഇപ്പോഴത്തെ ജീവിതാവസ്ഥയും വരാനിരിക്കുന്ന മാറ്റങ്ങളും വെളിപ്പെടുത്തും. ഇതൊരു സാധാരണ തൊടുകുറിയല്ല, നിങ്ങളുടെ ജീവിതത്തിന് ദിശ കാണിക്കുന്ന ഒരു സൂചനയാണ്. അതുകൊണ്ട് കണ്ണുകളടച്ച് നിങ്ങളുടെ ഇഷ്ടദൈവത്തെ ഓർത്തുകൊണ്ട് ഈ രണ്ട് ചിത്രങ്ങളിൽ നിന്നും ഒരെണ്ണം തിരഞ്ഞെടുക്കുക. അപ്പോൾ ഇത്രയും സമയത്തിനുള്ളിൽ ഇതിൽ നിന്നും ഒരെണ്ണം നിങ്ങൾ തിരഞ്ഞെടുത്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഫലങ്ങളിലേക്ക് കടക്കാം. അതിനു മുമ്പേ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മിസ്റ്റിക് ഇതിഹാസം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഇഷ്ടദേവതയുടെ പ്രിയ നാമങ്ങൾ ഒരു പ്രാർത്ഥനയായി കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്താവുന്നതുമാണ്. അപ്പോൾ നമുക്ക് ഫലങ്ങളിലേക്ക് കടക്കാം. ഏറ്റവും ആദ്യം 1-ാം നമ്പർ ചിത്രമായിട്ടുള്ള അതിമനോഹരമായ ചിത്രശലഭത്തെ തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ തൊടുകുറി ന്യൂമറോളജി ഫലങ്ങൾ പറയുവാൻ പോകുന്നത്. ഈ ചിത്രശലഭത്തെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഇഷ്ടപ്പെട്ട ഒരു രൂപമായി തിരഞ്ഞെടുത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏറ്റവും ഒന്നാമതായിട്ട് നിങ്ങളോട് പറയുവാനുള്ളത്, നിങ്ങൾ ശരീരഭംഗി കൊണ്ടും സംസാരം കൊണ്ടും ആരെയും ആകർഷിക്കുന്നവരാണ്. പക്ഷേ ഈയിടെയായി ജീവിതത്തിൽ വളരെയധികം തിരിച്ചടികൾ നിങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുകയാണ്. അതായത് നിങ്ങൾ ഉപകാരം ചെയ്തു കൊടുത്തവരിൽ നിന്ന് നന്ദി വാക്കിന് പകരം കുത്തുവാക്കുകളാണ് കേൾക്കാൻ സാധിക്കുന്നത്. അതൊരു പക്ഷേ അവർ നിങ്ങളുടെ മുൻപിൽ വന്ന് പറഞ്ഞില്ല എങ്കിൽ പോലും മനസ്സിൽ കുശുമ്പ് വെച്ചുകൊണ്ട് നിങ്ങളോട് പെരുമാറുക, അല്ലെങ്കിൽ നിങ്ങളോട് പഴയതുപോലെയുള്ള ഒരു യഥാർത്ഥ സ്നേഹം ഇപ്പോൾ പ്രകടിപ്പിക്കാതിരിക്കുക. ഇങ്ങനെയുള്ള വിപരീത അനുഭവങ്ങൾ ഈയിടെയായിട്ട് നിങ്ങൾക്ക് കൂടെ ഉണ്ടാകുന്നുമുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ തൊടുകുറി ഫലമായിട്ട് ഇവിടെ കാണുന്നത്, നിങ്ങൾക്ക് ഉറപ്പായിട്ടും നടന്നു കിട്ടുമെന്ന് നിങ്ങൾ കരുതിയ പല കാര്യങ്ങൾ പോലും അത് അവസാന നിമിഷം നിങ്ങളിൽ നിന്ന് വഴുതി പോവുക. ഈ വഴുതി പോയത് കൊണ്ട് മാത്രമായില്ല, അവിടെയും കൊണ്ടും തീരുന്നില്ല. അത് അർഹതയില്ലാത്ത മറ്റൊരാൾ അനുഭവിക്കാൻ കാരണമായി തീരുക. എന്ന് വെച്ചാൽ നിങ്ങളുടെ അധ്വാന ഫലമായി നിങ്ങൾക്ക് കിട്ടേണ്ട വസ്തുവകകൾ അല്ലെങ്കിൽ നേട്ടങ്ങൾ അത് യാതൊരു അർഹതയുമില്ലാത്ത മറ്റൊരാൾ ചുളിവിൽ കൈക്കലാക്കി ഉപയോഗിക്കുക. ഫലമോ ജോലി മുഴുവനും നിങ്ങൾക്കും, പ്രതിഫലം നിങ്ങളുടെ സഹപ്രവർത്തകനും. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് നിങ്ങളുടെ കൂട്ടത്തിലുള്ള മറ്റുള്ളവരുമായിട്ട് നിങ്ങൾക്ക് മനസ്സ് തുറന്നൊന്ന് സംസാരിക്കാനാകാത്ത സന്ദർഭങ്ങൾ ധാരാളം ഉണ്ടായിട്ടുമുണ്ട്. മാത്രവുമല്ല, ചില സന്ദർഭങ്ങളിൽ ഒറ്റയ്ക്കിരുന്നു കൊണ്ട് എനിക്ക് മാത്രം എന്താ ഇങ്ങനെ എന്ന് നിങ്ങൾ സ്വയം ചോദിച്ചുകൊണ്ട് വളരെയധികം സങ്കടപ്പെട്ടിട്ടുമുണ്ട്. ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങളിലൂടെയാണ് ഇപ്പോൾ നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഇനി മുതൽ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ശ്രവിക്കാൻ പോകുന്ന സന്തോഷ വാർത്തകളായിട്ട് നമുക്കിവിടെ തൊടുകുറിയിൽ കാണാൻ സാധിക്കുന്നത്, നിങ്ങളെ പരിഹസിച്ചവരും അകറ്റി നിർത്തിയവരും നിങ്ങളുടെ മുൻപിൽ ക്ഷമ ചോദിച്ച് വന്നു ചേരും. അതായത് വേറെ ആരുടെ അടുത്ത് ചെന്നാലും അവർക്ക് നിങ്ങളുടെ അടുത്ത് കിട്ടുന്ന അത്രയും സ്വാതന്ത്ര്യവും സ്നേഹവും കിട്ടുന്നില്ല എന്ന് അവർ മനസ്സിലാക്കി വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരുമെന്ന് സാരം. അതുപോലെ തന്നെ അടുത്തൊരു ശുഭവാർത്തയായിട്ട് നിങ്ങൾക്ക് തൊടുകുറിയിൽ കാണുന്നത്, കൈനിറയെ ധനം വന്നു ചേരും, അല്ലെങ്കിൽ വളരെയധികം ധനം നിങ്ങൾക്ക് കൈകാര്യം ചെയ്യുവാനുള്ള ഒരു സാഹചര്യം നിങ്ങൾക്ക് ഉടനെ വന്നു ചേരും എന്നാണ് തൊടുകുറിയിൽ കാണുന്നത്. അതൊരു പക്ഷെ നിങ്ങൾക്ക് പുതുതായി ഒരു ജോലി കിട്ടുന്നതാകാം, അല്ലെങ്കിൽ നിലവിലുള്ള ജോലിയിൽ നിന്നുള്ള ഒരു പ്രമോഷൻ ആകാം. എന്തായാലും ശരി, തുടർച്ചയായി വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്ന എന്തോ ഒരു വഴി അത് നിങ്ങളെ കാത്തിരിപ്പുണ്ട്. അതുപോലെ തന്നെ തൊടുകുറിയിൽ കാണുന്നത് മറ്റൊരു കാര്യം കൂടി ഒന്ന് സൂചിപ്പിക്കാം. നിങ്ങളെ മറഞ്ഞിരുന്ന് സ്നേഹിക്കുന്ന ചില ആളുകൾ നിങ്ങൾ പോകുന്ന സ്ഥലങ്ങളിലുണ്ട്. അതൊരു പക്ഷെ നിങ്ങളുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാകാം, അല്ലെങ്കിൽ ഒരു ലവർ എന്ന രീതിയിലുള്ള വ്യക്തിയുമായിരിക്കാം. ഇനിയിപ്പോൾ അതല്ലെങ്കിൽ ഒരു രക്ഷകർത്താവിൻ്റെ നിലയിൽ നിങ്ങളെ കാണുന്ന വ്യക്തിയും ആകാവുന്നതാണ്. ഇതിലേത് വേണമെങ്കിലും ആകാം. അത് ഇന്നത് എന്ന് നമുക്ക് കൃത്യമായി പറയുവാൻ പറ്റില്ല. എന്നാൽ തൊടുകുറിയിൽ ഇത് വ്യക്തമായിട്ട് കാണുന്നുമുണ്ട്. അതുകൊണ്ട് ഈ ഫലങ്ങൾ കേൾക്കുന്ന നിങ്ങളുടെ പ്രായത്തിനനുസരിച്ച് ഈ പറഞ്ഞതിൽ ഏത് എന്ന് നിങ്ങൾ സ്വയം കണ്ടെത്തി തീർച്ചപ്പെടുത്തുകയാണ് ഇതിലേറ്റവും ശരി. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് 1-ാം നമ്പർ ചിത്രത്തിലെ മനോഹരമായിട്ടുള്ള ചിത്രശലഭത്തെ തിരഞ്ഞെടുത്ത ആളുകളുടെ തൊടുകുറി ന്യൂമറോളജി ഫലങ്ങളായിട്ട് ഇവിടെ കാണുന്നത്. ഇനി അടുത്തതായിട്ട് 2-ാമത്തെ ചിത്രമായിട്ടുള്ള വെള്ള ചിത്രശലഭത്തെ തിരഞ്ഞെടുത്ത ആളുകളുടെ തൊടുകുറി ഫലങ്ങളാണ് പറയുവാൻ പോകുന്നത്.
നിങ്ങളെ സംബന്ധിച്ച് ഒന്നാമതായിട്ട് ഇവിടെ എടുത്തു പറയുവാനുള്ളത് പലതരം ചിന്തകൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നു. അതായത് നിങ്ങളുടെ തൊടുകുറി ഫലത്തിൽ കാണുന്നത് വളരെയധികം വിചാരങ്ങൾ നിങ്ങളുടെ തലയ്ക്കുള്ളിൽ കെട്ടുപിടഞ്ഞ് കടും കെട്ടായി കിടക്കുന്നു എന്നതുപോലെയാണ് അവ കാണപ്പെടുന്നത്. അതായത് അഴിക്കുംതോറും മുറുകുന്ന കടുംകെട്ട് എങ്ങനെയാണോ അങ്ങനെയാണ് നിങ്ങളുടെ ഓരോരോ പ്രശ്നങ്ങൾ നിങ്ങളുടെ മുൻപിലേക്ക് വന്നു ചേരുന്നത്. ഈ പ്രശ്നങ്ങൾ എങ്ങനെ ഉണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ അതിപ്പോൾ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ മക്കൾ സ്കൂളിലോ വീട്ടിലോ കാട്ടിക്കൂട്ടുന്ന എന്തെങ്കിലും കുരുത്തക്കേടുകളാകാം, അല്ലെങ്കിൽ വീട്ടിൽ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ഈ പറഞ്ഞതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ സ്വരച്ചേർച്ച കുറവുകൾ മൂലം അതിൽ നിന്നുണ്ടായ വാക്കുതർക്കങ്ങളാകാം. അതുമല്ലെങ്കിൽ ഒരിക്കലും വിശ്വാസവഞ്ചന ചെയ്യില്ല എന്ന് നിങ്ങൾ വിചാരിച്ച ആളിൽ നിന്നും നിങ്ങൾക്ക് വിപരീത അനുഭവം ഉണ്ടായപ്പോൾ അത് നിങ്ങൾക്ക് താങ്ങാനാവാതെ നിങ്ങളാകെ വറീഡായി പോയ സന്ദർഭങ്ങളുമാകാം. എന്തായാലും ശരി, നിരവധി ചിന്തകൾ നിങ്ങളെ ആലോസരപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അങ്ങനെയാണ് തൊടുകുറിയിൽ കാണാൻ സാധിക്കുന്നത്. ഈ പറഞ്ഞ റീഡിങ്ങിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ എഴുതി ചേർക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഒരൊറ്റ പ്രാവശ്യത്തെ പോക്കുകൊണ്ട് നടന്നു കിട്ടേണ്ട കാര്യത്തിന് കുറഞ്ഞത് ഒരു 3 പ്രാവശ്യമെങ്കിലും പോയാൽ മാത്രമേ അത് നിങ്ങൾക്ക് സാധിച്ചെടുക്കുവാൻ പറ്റുകയുള്ളൂ. ഇങ്ങനെയും ചില ബുദ്ധിമുട്ടുകൾ നിങ്ങൾ നേരിടുന്നുണ്ട്. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെയും അത്ര പെട്ടെന്നൊന്നും നിങ്ങൾ പരാജയപ്പെട്ട് പോകുന്ന കൂട്ടത്തിൽ ഉള്ളവരല്ല. ഇതിനു മുൻപും ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള തിരിച്ചടികൾ കിട്ടിയത് കൊണ്ട് തന്നെ അതിൽ നിന്നും നിങ്ങൾ ധാരാളം പാഠം ഉൾക്കൊണ്ടിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ ആര് വിചാരിച്ചാലും നിങ്ങളെ തളർത്തി ഇടുവാൻ സാധിക്കുന്നതല്ല. അതിനാൽ അടിതെറ്റി വീണാലും വീണ്ടും ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു മനസ്സിന് ഉടമ ആയതുകൊണ്ട് തന്നെ ഏതു പരാജയത്തിൽ നിന്നും തിരിച്ചു വരുവാനുള്ള ഒരു പ്രചോദനം നിങ്ങൾക്ക് നിങ്ങളുടെ ജന്മനാ തന്നെയുള്ള ആ ഒരു സ്വഭാവ പ്രകൃതമാണ്. എന്നാൽ തെറ്റായ ഉപദേശങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ പിന്നീടാകട്ടെ ഇപ്പോൾ വയ്യ എന്നുള്ള നിങ്ങളുടെ ഉദാസീനതകൾ കൊണ്ടോ ചില വീഴ്ചകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം നിങ്ങൾക്ക് അനുഭവപ്പെടാറുമുണ്ട്. അങ്ങനെയാണ് തൊടുകുറിയിൽ നിന്നും കാണുവാൻ സാധിക്കുന്നത്. പക്ഷേ അത് നിങ്ങൾ എത്ര തിരുത്താൻ നോക്കിയാലും അത് അങ്ങനെ തന്നെ വന്ന് ഭവിക്കുകയുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ഒരു പോരായ്മയായിട്ടോ അല്ലെങ്കിൽ ദൗർബല്യമായിട്ടോ നിങ്ങൾക്ക് കാണാം. അതുകൊണ്ട് തന്നെ അതിൽ നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ടൊന്ന് പരിശ്രമിച്ചാൽ ഏറെക്കുറെ നല്ല രീതിയിൽ മെച്ചപ്പെടുത്തിയെടുക്കുവാൻ സാധിക്കും. എന്നാൽ ഇനി പറയാൻ പോകുന്നത് നിങ്ങൾക്ക് വന്നു ചേരുവാൻ പോകുന്ന ഭാഗ്യങ്ങൾ അല്ലെങ്കിൽ സന്തോഷ വാർത്തകൾ എന്തൊക്കെയാണെന്നാണ് തൊടുകുറിയിൽ നോക്കുന്നത്. ദൈവാനുഗ്രഹം നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. ഇതിൽ യാതൊരുവിധ തർക്കവുമില്ല. പറയാൻ കാരണം ദൈവാനുഗ്രഹം ഉള്ളത് കൊണ്ട് ഒന്നു മാത്രമാണ് എത്ര വലിയ ദുർഘട പ്രതിസന്ധിയിൽ നിന്നും നിങ്ങൾ രക്ഷപ്പെടുത്തുന്ന ഏതോ ഒരു അത്ഭുത ശക്തി നിങ്ങളെ താങ്ങി നിർത്തുന്നത്. ഇനി നിങ്ങൾക്ക് ഏറ്റവും അടുത്ത് വരാൻ പോകുന്ന സന്തോഷ വാർത്ത ക്രമമായി ഒന്ന് പറഞ്ഞാൽ അതിൽ ഏറ്റവും ആദ്യത്തേത് നിങ്ങളുടെ വിവാഹമാണ്. പ്രത്യേകം ഓർക്കുക, നിങ്ങളുടെ പ്രായം എത്രയാണോ അതനുസരിച്ചുള്ള റീഡിംഗ് ആണ് ഇതിൽ നിന്നും നിങ്ങൾ സ്വീകരിക്കേണ്ടത്. ഒരുപക്ഷെ ഓൾറെഡി നിങ്ങൾ വിവാഹിതയാണെങ്കിൽ ഇത് യുവാക്കൾക്കായ അവിവാഹിതർക്ക് ഉള്ളതാണ്. അങ്ങനെയാണ് കാണേണ്ടത്. അപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ നിങ്ങളുടെ മനസ്സിൽ ദീർഘകാലമായി നിങ്ങൾ കൊണ്ടു നടക്കുന്നത് പോലുള്ള ഒരു പങ്കാളിയെ നിങ്ങൾ അടുത്ത് തന്നെ കണ്ടുമുട്ടും. അതിനൊരു പക്ഷേ അങ്ങനെ ഒരാളെ ഇപ്പോൾ നിലവിലുണ്ടെങ്കിൽ അത് വിവാഹത്തിലേക്ക് കടക്കുവാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. മറ്റൊരു സന്തോഷപ്രദമായ വാർത്ത നിങ്ങൾ ശ്രവിക്കുവാൻ പോകുന്നത്, ഒന്നാമത്തേത് വാഹനം അല്ലെങ്കിൽ മൊബൈൽ ഫോൺ, അതുമല്ലെങ്കിൽ ആഭരണങ്ങൾ തുടങ്ങി ഏതെങ്കിലും ഈ പറഞ്ഞതിൽ 1-2 നിങ്ങളുടെ പക്കൽ വന്നു ചേർക്കും. അതിനൊരു പക്ഷേ നിങ്ങൾ വളരെ പ്രായം കൂടിയ ഒരാളാണ് ഈ റീഡിംഗ് കേൾക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നത് ഒരു നല്ല സാരി ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഷർട്ടും മുണ്ടുമായിരിക്കാം. ഇനിയിപ്പോൾ അതുമല്ലെങ്കിൽ ഒരു വാച്ചും ആയിരിക്കാവുന്നതാണ്. അതെല്ലാം നിങ്ങളുടെ അവിടുത്തെ ജീവിത രീതി അതുപോലെ തന്നെ ആ സാഹചര്യങ്ങളും അതിനനുസരിച്ച് മാത്രമേ അത് എങ്ങനെ വന്ന് ഭവിക്കുമെന്ന് പറയുവാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും വളരെയധികം ദൈവാധീനം നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾക്ക് നല്ല സന്തോഷവും സമാധാനവും നിറഞ്ഞതായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് രണ്ടാമത്തെ ചിത്രമായിട്ടുള്ള വെളുത്ത ചിത്രശലഭത്തെ തിരഞ്ഞെടുത്ത ആളുകളുടെ തൊടുകുറി ഫലങ്ങളായിട്ട് ഇവിടെ പറയുവാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ മിസ്റ്റിക് ഇതിഹാസം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.